പി രാജുവിന്റെ മരണത്തിൽ പാർട്ടിയെ പ്രതിസ്ഥാനത്ത് നിർത്തിയെന്ന് കാട്ടി കെ ഇസ്മായിലിനെതിരെ നടപടിക്ക് CPI. കെ ഇസ്മായിലിനെ സസ്പെൻഡ് ചെയ്യും. CPI എക്സിക്യൂട്ടീവിൽ ധാരണയായി. വിവരങ്ങളുമായി റഹീസ് റഷീദ് ചേരുന്നു. റഹീസ്, എന്തായാലും പാർട്ടി നടപടിയെടുക്കുകയാണ് അല്ലേ കെ ഇസ്മായിലിനെതിരെ? റോഷ്നി, CPIയുടെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ കെ ഇസ്മായിലിനെതിരെ സസ്പെൻഷൻ നടപടിയിലേക്ക് പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് പോകുന്നു. ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ ഉച്ചഭക്ഷണത്തിന് വേണ്ടി എക്സിക്യൂട്ടീവ് പിരിഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും യോഗമുണ്ടാകും. ആ യോഗത്തിലൊരു അന്തിമ തീരുമാനം ഉണ്ടാവും. പാർട്ടിയുടെ എറണാകുളത്തെ നേതാവായ മുൻ MLA ആയ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി രാജുവിൻ്റെ മരണത്തിന് പിന്നാലെ പാർട്ടിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് കെ ഇസ്മായിൽ ഇട്ടിരുന്നു. അതിനുശേഷം മാധ്യമങ്ങളോട് സമാന രീതിയിലുള്ള പ്രതികരണവും നടത്തിയിരുന്നു. സാമ്പത്തിക കുറ്റാരോപണത്തിൻ്റെ പേരിൽ പാർട്ടി നടപടി പി രാജുവിന് നേരിട്ടിരുന്നു. പക്ഷേ പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ അങ്ങനെ ഒരു തെറ്റ് പി രാജു ചെയ്തിട്ടില്ല എന്ന് പാർട്ടി കണ്ടെത്തി. എന്നിട്ടും അദ്ദേഹത്തിന് അനുകൂലമായ ഒരു നടപടികൾ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്ന ഗൗരവതരമായ ഒരു വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത്. കുടുംബം പാർട്ടി ഓഫീസിൽ മൃതദേഹം പൊതുദർശനത്തിന് വെക്കുന്നതിന് പോലും വിസമ്മതിച്ച ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതേ തുടർന്ന് എറണാകുളം ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിക്ക് കെ ഇസ്മായിലിനെതിരെ പരാതി നൽകി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ തവണ ഏറ്റവും അവസാനം ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വിശദീകരണം ചോദിക്കുകയുണ്ടായി. അതിന് അദ്ദേഹം കത്ത് രൂപത്തിൽ വിശദീകരണം നൽകുകയും ചെയ്തു. അത് വിശദമായി യോഗം ചർച്ച ചെയ്തതിനു ശേഷമാണ് സസ്പെൻഷൻ എന്നൊരു ധാരണയിലേക്ക് നേതൃത്വം എത്തിയത്. പുറത്താക്കൽ വേണമെന്ന ആവശ്യം വരെ ചില അംഗങ്ങൾ ഉയർത്തിയതായാണ് മനസ്സിലാക്കുന്നത്. റോഷ്നി, ശരി. റഹീസ് റഷീദാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.